ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ബ്രിട്ടനിലെ ഒരു ഗ്രാമത്തിൽ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ഇവർ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന് പഠിച്ച് വളർന്ന 4 കൂട്ടുകാർ. ഈ 4 കൂട്ടുകാരിൽ പലരും പല സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു. ഒരാൾ നല്ല പൈസയുള്ള ഒരാളായിരുന്നു. രണ്ടാമൻ ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിലും നല്ല ജോലിയുള്ള ആളാണ്. മൂന്നാമൻ ജസ്റ്റ് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. നാലാമനാണെങ്കിൽ ജോലിക്കൊന്നും പോകുന്നില്ല, പൈസയില്ല, പക്ഷെ ബെനിഫിറ്റിൽ കഴിയുന്ന ഒരാളാണ്. ഇവരെ എല്ലാ വെള്ളിയാഴ്ചയും 4 പേര് ഒരുമിച്ച് ഒരേ പബ്ബിൽ നിന്നും ഭക്ഷണം കഴിക്കും, കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കും. അങ്ങനെ മൊത്തം എല്ലാ വെള്ളിയാഴ്ചയും ഇവരുടെ ബില്ല് വരുന്നത് 18 പൗണ്ടാണ്. ഈ 18 പൗണ്ട് ബില്ല് വരുമ്പം കാശുള്ളവൻ 10 പൗണ്ട് ഇടുന്നു, ഒന്നാമൻ. രണ്ടാമൻ ഒരു 6 പൗണ്ട് ഇടുന്നു. മൂന്നാമൻ 2 പൗണ്ട് ഇടുന്നു. നാലാമൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അവൻ ഇടുന്നില്ല. അങ്ങനെ ഈ 18 പൗണ്ട് അവർ ഷെയർ ചെയ്യും. ഇത് പല വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം ഈ പബ്ബിന്റെ ഓണറിന് തോന്നി ഇത് വളരെ നല്ലൊരു കാര്യമാണ്, ഇവർ കുറേ കാലമായിട്ട് എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്, അതുകൊണ്ട് ഇവർക്ക് 50% ഡിസ്കൗണ്ട് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ 50% ഡിസ്കൗണ്ട് കൊടുക്കുമ്പം ഇയാൾ പറഞ്ഞു, ഇനി നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ 18 പൗണ്ട് തരണ്ട, 9 പൗണ്ട് തന്നാൽ മതി. അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സാധാരണ ഷെയർ ഇടുന്ന പോലെ തന്നെ 10 പൗണ്ട് തന്നവന് 5 പൗണ്ട് തിരിച്ചു കൊടുത്തു. രണ്ടാമന് 6 പൗണ്ടിന് പകരം 3 പൗണ്ട് തിരിച്ചു കൊടുത്തു. മൂന്നാമന് 1 പൗണ്ടും നാലാമന് ഒന്നും കൊടുത്തില്ല. ഇത് കഴിഞ്ഞ് അന്നത്തെ ഇവന്റ് കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങി. നാലാമൻ പറഞ്ഞു, ഇതൊരു ശരിയായ നടപടിയല്ല, കാരണം അയാൾ പൈസ കൊടുത്തപ്പം ഒന്നാമന് 5 പൗണ്ട് കൊടുത്തു, എനിക്കൊന്നും കിട്ടിയില്ല. മൂന്നാമൻ പറഞ്ഞു, ശരിയാണ്, ഇതൊരു ഫെയർ ആയൊരു നടപടിയല്ല, കാരണം ഒന്നാമന് 5 പൗണ്ട് കിട്ടി, എനിക്ക് 1 പൗണ്ടേ കിട്ടിയുള്ളൂ. അപ്പം രണ്ടാമൻ പറഞ്ഞു, ശരിയാണല്ലോ, അവന് മാത്രം എന്ത് വകുപ്പിലാണ് 5 പൗണ്ട്, എനിക്ക് വെറും 3 പൗണ്ടേ കിട്ടിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കായി. ഒന്നാമൻ ആലോചിച്ചു, എനിക്കിത് എന്തിൻ്റെ കേടാണ്, എല്ലാ ആഴ്ചയും 10 പൗണ്ട് വെച്ച് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിലോട്ട്. പക്ഷെ ഇവർ തമ്മിൽ തല്ലുകൂടാനാണെങ്കിൽ എൻ്റെ എൻജോയ്മെൻറ്റ് എനിക്ക് കിട്ടുന്നില്ല, എനിക്കിതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും ഇല്ല. അതുകൊണ്ട് പിറ്റേ ആഴ്ച മുതൽ ഒന്നാമൻ വരാതെയായി. ഇവർ പതിവ് പോലെ വന്നു. ബാക്കി 3 പേരും പതിവ് ഫുഡും ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. 18 പൗണ്ടിന് ബില്ല് വന്നു. ഷെയർ ഇടാൻ നോക്കിയപ്പം സാധാരണഗതിയിൽ ഇവർ 8 പൗണ്ടാണ് ഇടാറുള്ളൂ, ഇപ്പം 18 പൗണ്ട് വേണം. ഇത് തന്നെയാണ് UK അവസ്ഥ. കാശുള്ളവൻ UK നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മുടെ ഇക്കോണമി ശരിക്കും സ്ട്രഗിൾ ചെയ്യും.